പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ. ഇത് ഇപ്പോൾ 2 ദിവസമായിട്ട് അതിശക്തമായ മഴ പെയ്തതുകൊണ്ട് ഇപ്പോൾ എല്ലാ തോടുകളും വളരെ സജീവമായിട്ട് അയക്കുകയാണ്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ നെന്മാറ പഞ്ചായത്തായിരുന്നു. അപ്പോൾ നെന്മാറ പഞ്ചായത്ത് കഴിഞ്ഞു, ഇനി നെല്ലിയാമ്പതിയിലേക്ക് പ്രവേശിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഇങ്ങനെ മഴയിൽ കുതിർന്നു നിൽക്കുന്ന പ്രകൃതിയുടെ ദൃശ്യങ്ങളും അതിമനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും ചെങ്കുത്തായ മലനിരകളും ഒക്കെ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ വന്നത് പ്രകൃതി ഒരുപാട് അനുഗ്രഹിച്ച ഒരു ദിവസമാണ്. കാരണം നല്ല മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം ദൂരെയായി ഈ കാണുന്നത് പോത്തുണ്ടി അണക്കെട്ടാണ്. നെല്ലിയാമ്പതി റൂട്ടിൽ കുറച്ച് പോകുമ്പോഴേക്ക് പോത്തുണ്ടി അണക്കെട്ടിൻ്റെ നല്ല ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങും. സത്യത്തിൽ മഴക്കാലമാണ് ഇത്തരം പ്രദേശങ്ങളുടെയൊക്കെ സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം എല്ലായിടത്തും നല്ല പച്ചപ്പായിരിക്കും, പിന്നെ കോട, അതുപോലെ നല്ല തണുപ്പ്, ഇതൊക്കെ കൂടി ഒരു പ്രകൃതിയുടെ ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പം 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് വരണമെങ്കിൽ നെന്മാറ നിന്ന് നമുക്ക് കറങ്ങാൻ ആവശ്യമുള്ള പെട്രോൾ അടിച്ചിരിക്കണം. മറ്റൊന്ന്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കിട്ടാൻ സാധ്യത ഇവിടെ കുറവാണ്. ഹോട്ടലുകൾ ഇവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്നവർ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ കരുതുന്നത് നല്ലതാണ്. ഇനി പ്രകൃതിയുടെ സ്വഭാവം മാറുകയാണ്. കാരണം നല്ല കോടമഞ്ഞാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് അത് നല്ലൊരു അനുഭവമായിരിക്കും. ഇത് വല്ലാത്ത ആകർഷകമായ ഒരു രംഗാണ്. ഈ പ്രദേശം മുഴുവൻ കോടമഞ്ഞ് കൊണ്ട് മൂടുകയാണ്. ഈ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ല. മലകളോ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നൊരു വാഹനമോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം കുറേ ചുരങ്ങളൊക്കെ കയറി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററാണ് നെല്ലിയാമ്പതിക്കുള്ളത്. അപ്പോൾ നെല്ലിയാമ്പതി അടുക്കാൻ ആവുമ്പോൾ ഉള്ള ഒരു ദൃശ്യം ആണിത്. ഇവിടെ കോട വന്ന് മൂടിയിട്ട് നമ്മൾ അടുത്ത് തമ്മിൽ മുട്ടിയാൽ പോലും അറിയില്ല, അത്രയ്ക്ക് കോടയായിരിക്കും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ചുറ്റും കാണുന്നുണ്ടോ. അപ്പോൾ ഇത് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഒരു വല്ലാത്ത ദൃശ്യ ഭംഗി നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ കോടയിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സ്ഥലം തന്നെ കോട മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മറ്റ് കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ അങ്ങാടിയാണ് നെല്ലിയാമ്പതി. ഇവിടെ ഏറ്റവും അധികം കാണുന്ന വാഹനം ജീപ്പാണ്. കാരണം ഇവിടുത്തെ വഴികളിൽ ഏറ്റവും പറ്റിയ വാഹനം ജീപ്പാണ്. മാത്രമല്ല
ഓഫ് റോഡ് യാത്രയ്ക്ക് ഓർഡർ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ജീപ്പുകളൊക്കെ. ഇവിടെ എത്തുന്നവരുടെ ഒരു പ്രധാന വിനോദമാണ് ഓഫ് റോഡ് ജീപ്പ് യാത്ര. വലിയ മലയുടെ മുകളിലേക്കായിരിക്കും ഈ ജീപ്പ് യാത്ര. അതിനായിട്ടുള്ള പ്രത്യേക 4 വീൽ ജീപ്പുകളാണ് ഇതൊക്കെ. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓറഞ്ച് വെജിറ്റബിൾ ഫാമാണ്. നെല്ലിയാമ്പതിയിൽ വന്നാൽ എന്തായാലും കാണേണ്ട ഒരു കാഴ്ചയാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഓറഞ്ച് ഫാം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. പച്ചമുളക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആ കൗണ്ടറിൽ ചെടികൾ മേടിക്കാൻ കിട്ടും. അതുപോലെ ഓർക്കിഡും ഞങ്ങൾ ടി വിയിൽ ഇന്നലെ പേപ്പറിലൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല, അതവിടെ കുറേ ദൂരം പോകണം. ഇന്നലെയൊക്കെ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു കായ് പറിക്കുന്നത്. സർക്കാരിൻ്റെയാണ്. ഇവിടെ ഈ നെല്ലിയാമ്പതിൽ ഒരു സർക്കാർ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വിശാലമായ ഒരു ഏരിയയാണ്. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ തൈകളും ഇവിടെ ലഭ്യമാണ്. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന സ്ക്വാഷ്, ജാം ഇതൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ആനാബിന്ദു മുഴുവൻ പിന്നെ നമ്മൾ കളഞ്ഞിട്ട് വേറെ വള്ളി പിന്നെ വാടാൻ തുടങ്ങും. അപ്പൊ ആ ഉണക്ക വള്ളിയൊക്കെ ഇത് കഴിയുന്നതിന്റെ മുമ്പായിട്ട് അടിയിൽ ചെറിയ പുതിയ തൈ വെച്ച് അത് പിടിപ്പിച്ച് മുകളിൽ വള്ളി ആവില്ലേ, ആ സമയത്ത് പഴയ വള്ളിനെ കളയും. ഇത് ആമ്പൽക്കുളം. ഇതിൽ മറ്റ് ജലസസ്യങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ തോട്ടം മുഴുവൻ കാണാൻ പറ്റും. അലങ്കാരച്ചെടി, ഓർക്കിഡ് ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ സ്ക്വാഷ്, ജാം, പിന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കെമിക്കൽസ് ഒട്ടും ചേർക്കാത്ത ഓർഗാനിക് ഉൽപ്പന്നങ്ങളായിരിക്കും ഇവിടെ വിപണനത്തിനുണ്ടാവുക. അതുപോലെ നമുക്ക് പലർക്കും അറിയില്ല, ഇവിടെ ഒരു നല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്കവിടെ കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ പറ്റും. 10 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യം ഈ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ വിശാലമായ ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിൽ പുളിയമ്പാറ വന്നു. അതിനുശേഷം ഇവിടുത്തെ ഒരു നല്ല രസമുള്ള കാഴ്ചയായിട്ടുള്ള സീതാർകുണ്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചയാണ്. ഇവിടുത്തെ പ്രകൃതിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ വലിയ കാടുകളിൽ കൂടിയാണ് വന്നിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ വിശാലമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ, അതുപോലെ കാപ്പിത്തോട്ടം ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഈ പോയിന്റിലെത്തുമ്പം പലർക്കും വഴി കൺഫ്യൂഷൻ ആകുന്നുണ്ട്. വലതു ഭാഗത്തേക്ക് നല്ല റോഡ് പോകുന്നുണ്ട്, പക്ഷേ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. നമുക്ക് പോവേണ്ടത് നേരെ തന്നെയാണ്. സീതാർകുണ്ട് ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കൂടി ഒരു നല്ല ബോർഡ് ഇവിടെ ഇല്ല എന്നതാണ് പ്രശ്നം. പല വണ്ടിക്കാരും വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് മറ്റു വണ്ടിക്കാരോട് ചോദിച്ചിട്ടാണ് പിന്നെ കറക്റ്റ് വഴിയിൽ പോകുന്നത്. വലത്തേക്ക് തിരിയാതിരിക്കാൻ ഇത് മാത്രമേ ഒരു സൂചന നൽകുന്നുള്ളൂ. ഇനി ചെറിയൊരു തിരിവ് കൂടി വരുന്നുണ്ട്, അവിടെയും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. വലിയ ബോർഡില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നം.
ഇതാണ് ആ ഏരിയ. 1 വേ ആണ്, ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. എന്നിട്ട് വ്യൂ പോയിന്റിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വന്ന വഴിക്കല്ല, മറ്റൊരു വഴിക്കാണ് പോവേണ്ടത്. ഇതാണ് നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. കഷ്ടിച്ചൊരു 200 മീറ്റർ ഉണ്ടാവും. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നെല്ലിയാമ്പതിയിൽ എത്തുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. ഇത് നെല്ലിമരാണ്. നമ്മുടെ നെല്ലിയാമ്പതിയുടെ ഐക്കണായിട്ടാണ് ഈ ചിത്രം വരുന്നത്. താഴെ കാണുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ കൊല്ലങ്കോട് പ്രദേശമാണ്. ഇതിൻ്റെ ഒരുപാട് താഴെയായിട്ടാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. സത്യത്തിൽ ഈ വ്യൂ പോയിന്റ് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. പക്ഷേ ഇപ്പം നല്ല മുള്ളുവേലിയൊക്കെ സ്ഥാപിച്ച് സുരക്ഷിതാക്കിയിട്ടുണ്ട്. അപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കണം. ഇവിടെയൊന്നും ഒരുപാട് ഹോട്ടലുകളില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ സാമാന്യം നല്ല ഭക്ഷണം കിട്ടും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരങ്ങളിൽ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഒലയുന്ന അതിൻ്റെ ശബ്ദവും അതിൻ്റെ കാഴ്ചയും ഒക്കെ വല്ലാത്ത ഭംഗി നൽകുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ തൊട്ടടുത്തുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ ഫാം ഹൗസാണ്. 10 രൂപയാണ് ഇവിടുത്തെ പ്രവേശന നിരക്ക്. ഫാം ഹൗസ് കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് മടങ്ങാം. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രമായ കേശവൻപാറ കാണാനാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് പെരും മഴ പെയ്യുന്നത് കൊണ്ട് അങ്ങോട്ടുള്ള പ്രവേശനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മടങ്ങുകയാണ്. ഇനി പോകുന്ന വഴിയിൽ നല്ലൊരു കാഴ്ചയുണ്ട്. അത് പോത്തുണ്ടി അണക്കെട്ടാണ്. ഇത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ അങ്ങോട്ട് പോകുമ്പോഴോ കാണാൻ പറ്റും. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. 25 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന നിരക്ക്. ഇത് പ്രത്യേകതയുള്ള ഒരണക്കെട്ടാണ്. ശർക്കരയും ചുണ്ണാമ്പുകല്ലും ചേർത്ത് നിർമ്മിച്ച കോർ ഭിത്തിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രധാന ഭിത്തി നിർമ്മിക്കാൻ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തൃശ്ശൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലേക്കൊക്കെയുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ജലസേചനം നടത്തുന്നുണ്ട്. എന്നുവെച്ചാൽ 13,500 ഏക്കർ ഭൂമിയിൽ വെള്ളം നൽകാൻ ഈ അണക്കെട്ടിന് സാധിക്കുന്നുണ്ട്.